ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറം അത് ദുശകുനത്തിന്റെ മാസമല്ല, വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച മാസമാണ് മുഹറം മാസം. മുഹറം ദുശകുനത്തിന്റെ മാസമായിട്ടാണ് പലരും കാണുന്നത്. മുഹറം മാസം മറഞ്ഞു കണ്ടാൽ 2 കൊല്ലത്തേക്ക് അപകടമാണെന്നാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു പഠിപ്പിക്കപ്പെട്ട വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ മുഹറം മാസം കാണണമെന്നുണ്ടെങ്കിൽ വല്ല പഴവക്കത്തോ അതുപോലെ തന്നെ പാടത്തോ ഒക്കെ ഇറങ്ങി നിന്നിട്ടാണ് കാണാറുള്ളത്. കാരണം കഴുങ്ങുന്തോട്ടത്തിൻ്റെ ഉള്ളെന്നോ തെങ്ങുംതോട്ടത്തിൻ്റെ ഉള്ളെന്നോ പുളിങ്കൊമ്പിൻ്റെ ഉള്ളിലൂടെയോ മാവിൻ ചില്ലകൾക്കിടയിലൂടെയോ മുഹറം മാസം എങ്ങാനും ദർശിച്ചാൽ അപകടം 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 എന്ന് വിശ്വസിക്കപ്പെട്ടൊരു സമൂഹം. മുഹറം എന്ന് പറഞ്ഞാൽ പേടിയോടെ കാണുകയാണ്. കല്യാണം നിശ്ചയിക്കണം, മുഹറം 10 കഴിഞ്ഞോട്ടെ. ഗൾഫിലേക്ക് ടിക്കറ്റൊക്കെ അയക്കണം, മുഹറം 10 കഴിയട്ടെ. വീടിന് കുറ്റിയടിക്കണം, മുഹറം 10 കഴിഞ്ഞോട്ടെ. വാഹനം റോട്ടിലിറക്കണം, മുഹറം 10 കഴിഞ്ഞോട്ടെ. കല്യാണ നിശ്ചയമുണ്ട്, മുഹറം 10 കഴിഞ്ഞോട്ടെ. വീട് ഉദ്ഘാടനം നടത്തണം, മുഹറം 10 കഴിയട്ടെ. ഒക്കെ മുഹറം 10 കഴിയട്ടെ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. എന്താ? മുഹറം 10 കഴിയോളം ഭയങ്കരമായ ദുശകുനമാണ്, നഹ്സാണ്, ദുർദിനങ്ങളാണ്. ആരാണിത് പഠിപ്പിച്ചത്? യഹൂദികൾ, അവരുടെ പിന്മുറക്കാരായ ശിയാക്കൾ, അവരാണിത് കൊണ്ടുവന്നത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഒരിറ്റ് വെള്ളം കിട്ടാതെ അതിദാരുണമായി കൊല്ലപ്പെട്ടു ഒരു മുഹറം 10-ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും വഫാത്തിൻ്റെ എത്രയോ ശേഷം നടന്ന മുഹറം 10-ന് നടന്ന ആ ഒരു കർബല സംഭവത്തിൻ്റെ പേരിൽ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ മുഴുവനും ദുഷിച്ച ദിവസങ്ങളാണെന്ന് അവരാണ് ലോകത്ത് പ്രചരിപ്പിച്ചത്. അവരുടേതായ ആശയങ്ങളുടെ പിൻതലമുറക്കാരായി കേരളത്തിൽ ഖബർ വ്യവസായവും ജാറ വ്യവസായവും ഒക്കെ കൊണ്ടുവന്ന നമ്മുടെ കേരളീയ വക്താക്കളാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ആളുകൾ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇസ്ലാമിൽ ഒരു ദിവസത്തെയും അല്ലാഹു തആല മോശപ്പെടുത്തിയിട്ടില്ല, ഒരു ദിവസത്തെയും കുറ്റം പറയാൻ പാടില്ല. ഒടുക്കത്തെ ബുധൻ, അവസാനത്തെ ബുധൻ, എല്ലാ അറബി മാസത്തിലെയും ഒടുക്കത്തെ ബുധനാഴ്ച ശകുനമാണ് നമ്മുടെ കലണ്ടറുകളിൽ. മഅദിൻകാരുടെ കലണ്ടർ നോക്കൂ, മർക്കസുകാരുടെ കലണ്ടർ നോക്കൂ, സലാത്ത് തങ്ങളുടെ കലണ്ടർ നോക്കൂ. ദുൽഹജ്ജ് 10 ഏറ്റവും വലിയ നഹ്സാണ്. ദുൽഹജ്ജ് 10 ലോക മുസ്ലിമീങ്ങൾ ഹജ്ജുൽ അക്ബർ നിർവഹിക്കുന്ന, ലോക മുസ്ലിമീങ്ങൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന ദുൽഹജ്ജ് 10 വലിയ നഹ്സുള്ള ദിവസം. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാവുകൾ, അവസാനത്തെ ദിവസങ്ങളിൽ പലതും നഹ്സാണ്. ആരാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ചെകുത്താൻ, ശൈത്താൻ മാത്രം. ശൈത്താൻ അവൻ്റെ മിത്രങ്ങൾക്ക് പലതും ഇങ്ങനെ ദുർബോധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു ചെലവാക്കുകയാണ്. അവരുടെ കലണ്ടറുകളിലാണ് നഹ്സുകൾ എന്ന് പറഞ്ഞ കോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. തനിച്ച ജൂദായുസം. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ നഹ്സ് നോക്കുന്ന ഏർപ്പാടില്ല, അങ്ങനെ നോക്കുന്ന ഏർപ്പാടില്ല. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ദിനം വെള്ളിയാഴ്ചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു യാത്ര പോകാൻ ഏറ്റവും നിങ്ങൾക്ക് ഉത്തമമായ ദിവസം വ്യാഴാഴ്ച പ്രഭാതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബുധനാഴ്ച തെറ്റായ ദിവസമെന്നല്ല, ശനിയാഴ്ച മോശപ്പെട്ട ദിവസമെന്നല്ല, ചൊവ്വ ചൊവ്വില്ലാത്ത ദിവസമെന്നല്ല. അതൊക്കെ മറ്റുള്ളവൻ്റെ വിശ്വാസമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ചിലരെക്കാൾ അല്ലാഹു ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ. എത്രയോ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. അവരിൽ 25 നബിമാരുടെ പേരേ ഖുർആനിലുള്ളൂ. അവരിൽ തന്നെ 5 നബിമാരാണ് ഉലുൽ അസ്ം എന്നറിയപ്പെടുന്നത്. അവരിൽ തന്നെ ഏറ്റവും മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റു നബിമാരൊക്കെ പോക്കാനാ, മറ്റു പ്രവാചകന്മാരൊക്കെ മോശക്കാരാണ്? ഒരിക്കലുമല്ല. ഓരോന്നിനും അള്ളാഹു ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ടാകും എന്നതല്ലാതെ ആ പ്രത്യേകതകൾ ഇല്ലാത്തതൊക്കെ മോശമാണ് ഇതിനർത്ഥമല്ല. ഈ സമൂഹത്തിലേക്ക് ദുഷിച്ച ചിന്താധാരകൾ കൊണ്ടുവന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ഇങ്ങനെ ദിവസങ്ങൾക്ക് നഹ്സ് നിശ്ചയിച്ചുകൊണ്ട്, ദിവസങ്ങളെ ദുർദിനമാക്കിക്കൊണ്ട്, ഒരു കാര്യത്തിനും അത് പറ്റൂല എന്ന നിലക്ക് മോശപ്പെട്ട ദിവസങ്ങളായിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമികമല്ലാത്ത വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു വരരുത്.